മലേഷ്യയിലെ ഗെൻഡിങ് ഹൈലാൻഡിലേക്ക് ഒരു യാത്ര, അതും കേബിൾ കാറിൽ. ഈ ഒരു സ്വപ്ന യാത്ര ആദ്യമായിട്ടാണ് ഞാൻ കേബിൾ കാറിൽ കയറാനായിട്ട് പോകുന്നത്. ആ കേബിൾ കാർ ഇങ്ങനെ കറങ്ങി വരുമ്പോഴേക്കും നമ്മൾ വേഗം ഓടിച്ചെന്ന് കയറണം. അപ്പോൾ നേരത്തെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ കയറാനായിട്ട് പറ്റും, അല്ലെങ്കിൽ നല്ല വലിയ ക്യൂ ആണ് ഇവിടെ. അപ്പോൾ നമ്മളുടെ കറങ്ങി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് വേഗം വേഗം ചാടി ചാടി കയറണം, അല്ലെങ്കിൽ അതിങ്ങനെ നീങ്ങി നീങ്ങി പോകും. ഇതാണ് അതിൻ്റെ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഉണ്ട്. ഞങ്ങൾ പതിയെ ഞങ്ങളുടെ ആ ഒരു കേബിൾ കാറിലേക്ക് കയറി. അപ്പോൾ 2 ടൈപ്പ് കേബിൾ കാറുണ്ട് കേട്ടോ. ഒന്ന് താഴെ കാണാൻ പറ്റുന്ന ചില്ല് പോലത്തെ ഉണ്ട്, അല്ലാത്തതുണ്ട്. അപ്പോൾ അല്ലാത്തതിലാണ് ഞങ്ങൾ കയറി. ഈ ചില്ല് പോലത്തേലാവുമ്പോൾ നമുക്ക് കുറച്ച് പേടി വരും കേട്ടോ. പക്ഷെ അത് ഞങ്ങളുടെ ആ കറങ്ങി വന്ന സമയത്ത് അവിടെ വരാത്തത് കൊണ്ടാണ്. എന്തായാലും അടിപൊളിയായിട്ടുള്ളൊരു യാത്രയായിരുന്നു കേബിൾ കാറിൽ. ആ മുകളിലേക്ക് ഏകദേശം 15-20 മിനിറ്റ് ദൂരമുണ്ട് നമുക്ക് ഗെൻഡിങ് ഹൈലാൻഡിലേക്ക്. ഇങ്ങനെ മുകളിലേക്ക് കയറുമ്പോൾ നല്ല രസമുള്ള കാഴ്ചകളാണ് കേട്ടോ. വലിയ പർവ്വതത്തിൻ്റെ മുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതിൻ്റെ ചുറ്റും ചില്ലാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഫുൾ കാഴ്ചകൾ കണ്ട് അതിൻ്റെ മുകളിലേക്ക് എത്താനായിട്ട് പറ്റും. എന്തായാലും താഴെ ചില്ലില്ലാത്തത് കൊണ്ട് ഒരു പേടി തോന്നിയില്ല കേട്ടോ. മറ്റേതിന് കുറച്ച് പേടിയുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ്. ഫുൾ വീഡിയോയും ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമ്മുടെ നെക്സ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് ചിൻ സ്വീ കേവ് ടെമ്പിളാണ്. നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഫോളോ ചെയ്ത് കൂട്ടുവിടാൻ മറക്കണ്ട. ബൈ.